ഓം ശാന്തി. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ പണ്ടത്തേക്കാൾ കൂടുതൽ തിരക്ക് പിടിച്ചൊരു ജീവിതമാണ്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ കുട്ടികൾ സ്കൂളിൽ പോവും, വീട്ടുകാർ ഓഫീസിൽ പോവും, അഥവാ നമ്മൾ തന്നെ ഓഫീസിൽ പോയി ജോലി ചെയ്യുന്നവരാണെങ്കിലും ഓഫീസിൽ പോകുമ്പോഴേ ഓഫീസിലത്തെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുള്ളൂ. വീട്ടിൽ വന്നാൽ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാം. കുട്ടികൾ സ്കൂളിൽ പോയാൽ കുറച്ച് സമയം അവരുടെ പഠനവും കാര്യങ്ങളൊക്കെ സ്കൂളിൽ തീരും. അല്പം ഹോംവർക്ക് മാത്രമേ വീട്ടിൽ നോക്കേണ്ടതുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ കാരണം എല്ലാം ഓൺലൈനായി. സ്കൂളിൽ പോകുന്നില്ല, കുട്ടികൾ വീട്ടിൽ തന്നെ 24 മണിക്കൂറും പഠിക്കുന്നത് വീട്ടിൽ തന്നെയാണ്. അവരുടെ പഠിപ്പിനെ നോക്കേണ്ട ഫുൾ ഉത്തരവാദിത്വം പാരൻസിനായിരിക്കണം. വർക്ക് അറ്റ് ഹോമാണ്, അതുകൊണ്ട് വീട് തന്നെ ഓഫീസായി. 24 മണിക്കൂറും ഓഫീസിലെ കാര്യങ്ങളും കോൺഫറൻസും സൂം മീറ്റായിട്ടും എല്ലാമായിട്ട് വീട്ടിലും നമ്മൾ തിരക്കിലാണ്. അങ്ങനെ ജീവിതത്തിൽ ആകെ ടൈറ്റായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. വീടും ഓഫീസും സ്കൂളും ഒക്കെ ഒന്നിച്ച് ചേർന്നുകൊണ്ട് ഒരു വല്ലാത്ത വീർപ്പ് മുട്ടിക്കുന്ന അവസ്ഥയിലൂടെയാണ് പല കുടുംബങ്ങളും കടന്നു പോകുന്നത്. അതിൻ്റെ ഇടയിലൂടെയാണ് ഈ കൊറോണയുടെ അറ്റാക്ക് കാരണം പലപ്പോഴും പലവരുടെയും ഈഗോ ക്ലാഷുകൾ ഫേസ് ചെയ്യേണ്ടി വരും. നമുക്ക് അച്ഛൻ്റെ ഈഗോ ക്ലാഷ്, അമ്മയുടെ ഈഗോ ക്ലാഷ്, മക്കളുടെ ശാഠ്യങ്ങൾ, വീടിൻ്റെ ഉള്ളിൽ എല്ലാം കൊണ്ടും എന്താ പറയേണ്ടത്, പറയാൻ പറ്റാത്തത്ര ശ്വാസം മുട്ടുന്ന അവസ്ഥകളാണ്. നമുക്ക് പലപ്പോഴും തോന്നിപ്പോവും ഇവരുടെയൊക്കെ സ്വഭാവം എന്നാ ഒന്ന് മാറുക, ഒന്ന് മനസ്സിലാക്കിക്കൂടെ കാര്യങ്ങളെ, ഒന്ന് സഹകരിച്ചൂടെ, എങ്കിലെത്ര സ്വസ്ഥമായിരുന്നു. എന്ത് പറയാനല്ലേ, ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നല്ലേ പറയുന്നത്. ഇവരൊന്നും മാറാൻ പോകുന്നില്ല. ഇങ്ങനെയുള്ള പല സത്യങ്ങളും മനസ്സിനെ പലപ്പോഴും അലട്ടാറുണ്ട്. ഇങ്ങനെ നമ്മുടെ മനസ്സിനെ അലട്ടുന്ന ആ സത്യങ്ങളുടെ ചിന്താധാര, അവിടെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ട തലം. ശരിയാണ്, ഇവരാരും മാറുന്നില്ല. പലവരുടെയും ഈഗോ ക്ലാഷ്, വീട്ടിലുണ്ടാകുന്ന ശാഠ്യങ്ങൾ, അസ്വസ്ഥതകളെല്ലാം ഉണ്ട്. പക്ഷേ ഏകാന്തതയിൽ നമ്മുടെ മനസ്സിൽ അതിനെക്കുറിച്ച് ഓർമ്മ വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ആ സത്യത്തിനെയല്ല, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെയാണ് ചിന്തിക്കണം. ഓക്കെ, ഇതെല്ലാം ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇവരെല്ലാവരും ശരിയാവും, ഇവരുടെ സ്വഭാവം നന്നാവും, ഇവർ നല്ലവരായിരിക്കുന്നു, സ്നേഹിക്കുന്നവരായിരിക്കുന്നു, കുട്ടികളെല്ലാം ഡിസിപ്ലിൻഡ് ആയിരിക്കുന്നു, പറയുന്നതെല്ലാം മനസ്സിലാകുന്നു. ഇങ്ങനെ നമ്മൾ അവരുടെ ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ ചുറ്റുപാടുള്ളവരുടെ ജീവിതത്തെക്കുറിച്ച് നല്ലത് ചിന്തിക്കാനുള്ള വലിയ ഒരു മനസ്സ് ഡെവലപ്പ് ചെയ്യണം. ഇത് നമ്മുടെ പേഴ്സണൽ അസറ്റാണ്. ഗുഡ് വിഷസ്, ശുഭഭാവന. ആർക്കാണോ ജീവിതത്തിൽ ഇങ്ങനെ സ്വന്തം മനസ്സിൽ ഏകാന്തതയിൽ ഒഴുകുന്ന വിചാരധാരകളിൽ ഗുഡ് വിഷസ് അഥവാ ശുഭഭാവനയെ നിരന്തരം ഉപയോഗിക്കാൻ കഴിയുന്നത്, ആദ്യം സുഖം അനുഭവിക്കുന്നത് അവരുടെ മനസ്സാണ്. മനസ്സ് സ്വസ്ഥമായിരിക്കും, ശാന്തമായിരിക്കും. ശാന്തമായ മനസ്സിൽ നിന്ന് നല്ല വൈബ്രേഷൻ ആ വീട്ടിലൊഴുകും. റിസൾട്ട് എല്ലാവരും ശാന്തമായി മാറും. ഒരു ഊഷ്മളത നിറഞ്ഞ സംബന്ധം, പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് പതുക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്യപ്പെടും. നമ്മുടെ കൺട്രോളിൽ നമ്മുടെ കുടുംബം വരും. നിങ്ങളുടെ പേഴ്സണൽ അസറ്റായ ഗുഡ് വിഷസ്, ശുഭഭാവന ഉപയോഗിക്കൂ. നിങ്ങളുടെ ജീവിതത്തിനെ സുഖപ്രദായതാക്കി മാറ്റൂ. ഓം ശാന്തി.